അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംസാരിക്കുന്നത് സലാം സക്കാഫി പാടലെടുക്ക. വിസ്ഡം ഉപ്പളയുടെ കീഴിൽ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും വാട്സാപ്പിലൂടെ പ്രഗത്ഭരായ അധ്യാപകന്മാരെ വെച്ചുകൊണ്ട് വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ചർച്ചയും ക്ലാസ്സുകളും ഹോംവർക്കുകളും തുടർ പഠനവും ഒക്കെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലെ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി പ്രധാനപ്പെട്ട 10 പോയിൻ്റുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. 1. പ്രാർത്ഥന. പഠിക്കുന്ന കുട്ടികൾക്ക് പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. കുട്ടികൾ തന്നെ എല്ലാ ദിവസവും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പഠനത്തിലും അതേപോലെ മറ്റ് ജീവിതത്തിലൊക്കെ വലിയ വിജയം കിട്ടാൻ വേണ്ടി പടച്ചവനോട് ദുആ ചെയ്യണം. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കളും കുട്ടികൾ കേൾക്കെ തന്നെ കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവണം. ദുആ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. രണ്ടാമത്തത്, വായിക്കാൻ വേണ്ടി പ്രത്യേകമായ സ്ഥലവും സമയവും നിശ്ചയിക്കണം. നിലവിൽ നമുക്ക് തോന്നുമ്പോൾ വായിക്കുക എന്ന ഒരു ശൈലി ഒഴിവാക്കി കൃത്യമായ സമയവും പ്രത്യേകമായ സ്ഥലവും അതിനു വേണ്ടി മാറ്റിവെക്കുക. അതേ സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ വായിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായും ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ തന്നെ വായിക്കണമെന്ന ഒരു ചിന്തയിലേക്ക് മനസ്സ് വരും. അതേപോലെ ആ സമയമാകുമ്പോൾ വായിക്കാൻ വേണ്ടി റെഡിയാവുകയും ചെയ്യും. മൂന്നാമത്തത്, ബിസ്മി ചൊല്ലിയിട്ടാണ് വായിക്കേണ്ടത്. അത് മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും കന്നഡയാണെങ്കിലും ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഏത് പുസ്തകമാണ് വായിക്കുന്നതെങ്കിലും പത്രം പോലും വായിക്കുന്നുണ്ടെങ്കിൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് തന്നെ വായിക്കണം. കാരണം ബിസ്മി ചൊല്ലാതെ വായിക്കുന്നതിന് ബർക്കത്ത് കുറവുണ്ട് എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ട് ആ പഠനത്തിൽ ബർക്കത്ത് കുറഞ്ഞു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ബർക്കത്ത് കൂടി കിട്ടണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് ബിസ്മി ചൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ വായിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം. നാലാമത്തത്, നിയ്യത്തുണ്ടാവണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ കാര്യങ്ങളും നിയ്യത്തനുസരിച്ചാണ്. നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ നിയ്യത്ത് ചെയ്യുന്നുണ്ട്. എന്താ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ, ളുഹർ നിസ്കാരം 4 റക്അത്തായി അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇമാമോട് കൂടെ ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക, അതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മൾ വായിക്കാനിരിക്കുന്ന സമയത്ത് വായിക്കുന്നതും വായിച്ച് വിജയിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തേക്ക് എത്തുന്നതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് വായിക്കാനിരിക്കേണ്ടത്. അതിനാണ് നിയ്യത്ത് എന്ന് പറയുക. മനസ്സിൽ എന്താക്കണം, കാണണം. അതിനെ ആധുനിക സൈക്കോളജിൻ്റെ ഭാഷയിൽ പറയുന്നുണ്ടെങ്കിൽ ഗോൾ സെറ്റിംഗ്. കൃത്യമായ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ വായിക്കേണ്ടത്. അപ്പോഴേ നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവുള്ളൂ. വായിക്കാനിരിക്കുന്ന സമയത്ത് ഉറക്കം വരുന്നത് അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ഒന്ന് താല്പര്യമില്ലായ്മ, രണ്ടാമത്തെ ലക്ഷ്യമില്ലായ്മ. ഈ 2 വിഷയങ്ങളാണ്. അപ്പോൾ ലക്ഷ്യവും താല്പര്യവും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ ലക്ഷ്യത്തിന് തന്നെയാണ് നമ്മൾ ലക്ഷ്യം മനസ്സിൽ കൊണ്ടുവരുന്നതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിയ്യത്തുണ്ടാവണം. 5, കൃത്യമായ ടൈം ടേബിൾ നമുക്ക് വേണം. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ സമയം നഷ്ടപ്പെടുന്നതിന് പകരം ഓരോന്നിനും കൃത്യമായ സമയം. നിസ്കാരം അതിൻ്റെ ആദ്യ വക്തിൽ തന്നെ നിസ്കരിക്കുന്നതിന് പുണ്യം കൂടുതലുണ്ട്, അവ്വൽ വക്തിൽ നിസ്കരിക്കുന്നതിന്. അപ്പോൾ ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കാനുള്ള സംവിധാനം നമ്മുടെ ടൈം ടേബിളിൽ വരണം. ഇനി പള്ളിയിലേക്ക് പോകുന്നില്ല, ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് പള്ളിയിലേക്കൊന്നും ആരും പോകുന്നില്ല. പള്ളിയിൽ പോകുന്ന സമയം ആകുമ്പോൾ പള്ളിയിലെ ജമാഅത്തിന് വേണ്ടി എത്തുക. അല്ലെങ്കിൽ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നിസ്കാരം, അതേപോലെ കൃത്യമായി എല്ലാ ദിവസവും ചെയ്യുന്ന ദിക്റുകളുടെ ഒരു ലിസ്റ്റ് റെഡിയാക്കണം. എന്തൊക്കെ ദിക്റുകളാണ് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലി തീർക്കുക, എന്തൊക്കെ സ്വലാത്തുകളാണ്, അതൊക്കെ നിശ്ചിത എണ്ണം നമ്മൾ റെഡിയാക്കുകയും അത് ചെല്ലാനുള്ള സമയവും കൂടി നമ്മൾ കാണണം. അത് നമ്മുടെ ഈ ടൈം ടേബിളിൽ വരണം. അതേപോലെ പഠനത്തിനുള്ള സമയം, ഏത് സമയത്താണ് വായിക്കുന്നത്, എത്ര മണി മുതൽ എത്ര മണി വരെയാണ് വായിക്കുന്നത്, അതൊക്കെ നമ്മുടെ ഈ ടൈം ടേബിളിൽ വരണം. അതേപോലെ എക്സ്ട്രാ റീഡിങ്, വായന നമ്മുടെ പഠനത്തിന് വേണ്ടിയുള്ളതല്ലാതെ പത്രം വായന, മാഗസിനുകൾ വായിക്കുക, അങ്ങനെ എക്സ്ട്രാ വായനകൾ, ആ വായനകൾ കൂടി നമ്മുടെ ഈ ടൈം ടേബിളിൽ വരണം. അതിൻ്റെ സമയം വരണം. ഏത് സമയത്താണ്
നമ്മൾ ഈ വായനയ്ക്ക് വേണ്ടി സമയം കാണുന്നത് എന്നത് നമ്മുടെ ഈ ടൈം ടേബിളിൽ വരണം. പിന്നെ എഴുത്ത് നന്നാക്കാൻ വേണ്ടിയും കൂടി നമ്മൾ എന്താക്കണം, സമയം കാണണം. എഴുതുന്ന 2 നിലക്കുണ്ട്. പഠിക്കാൻ വേണ്ടി എഴുതലുണ്ട്, പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നോട്ട് ചെയ്യലുണ്ട്. അതേപോലെ എഴുത്ത് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എഴുത്തുണ്ട്. ആ എഴുതുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ എഴുത്ത് നന്നാക്കാൻ എന്നുള്ളൊരു ചിന്ത ഉണ്ടായാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എഴുത്ത് നന്നായിക്കൊണ്ടിരിക്കും, നല്ല ഭംഗി കൂടും എഴുത്തിന്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഒരു ഉത്തമ വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്താണ്. 3 കാര്യങ്ങൾ. ഒന്ന്, സുറാത്തുൽ അക്കൽ, പെട്ടെന്ന് ഭക്ഷണം കഴിക്കും. പെട്ടെന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ കുറേ ഭക്ഷണത്തിൻ്റെ അടുത്ത് ഇരുന്ന് കൊണ്ട് സമയം കളയൂല. ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയാകുമ്പോൾ നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് സുറാത്തുൽ അക്കൽ, വേഗം തിന്നും. അതേപോലെ സുറാത്തുൽ മഷി, പെട്ടെന്ന് നടന്നു പോകും. ഇങ്ങനെ സാവധാനം ഇങ്ങനെ നടക്കുകയല്ല, നടത്തത്തിൽ വേഗത ഉണ്ടാവും. നല്ല പഠിക്കുന്ന കുട്ടിയുടെ ലക്ഷണമാണ്. അതേപോലെ സുറാത്തുൽ കിതാബത്ത്, എഴുത്തും നല്ല വേഗതയിൽ വേഗം സ്പീഡ് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റുന്നതൊക്കെ ഒരു വിദ്യാർത്ഥികൾക്കുണ്ടായിരിക്കേണ്ട ഗുണമാണ്. അപ്പോൾ ആ 3 ഗുണങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പോഷകാഹാരം നമ്മൾ കഴിക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ എനർജി നിലനിൽക്കാൻ വേണ്ടി, അത് കൂടാൻ വേണ്ടി, ആരോഗ്യം കൂടാൻ വേണ്ടി പോഷകാഹാരം കഴിക്കണം, നല്ല സമീകൃത ആഹാരം. അതേപോലെ വെള്ളം കുടിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം. ഒരു 25 കിലോ ഭാരമുള്ള ഒരാൾ ഒരു ദിവസം 1 ലിറ്റർ വെള്ളം കുടിക്കണം. 50 കിലോ ഭാരമുള്ളവർ 2 ലിറ്റർ വെള്ളം കുടിക്കണം. 75 കിലോ ഭാരമുള്ളവർ 3 ലിറ്റർ വെള്ളം കുടിക്കണം, ഏറ്റവും ചുരുങ്ങിയത്. അങ്ങനെ വെള്ളം നമ്മൾ നന്നായി കുടിക്കുമ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ നല്ല എനർജി ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ 8ാമത്തത്, വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം. നമ്മൾ ഭക്ഷണം കഴിച്ച് എണീക്കുമ്പോഴാണ് അൽഹംദുലില്ലാ പറയല്, ഭക്ഷണത്തിന് മാത്രം പോരാ. ഉറങ്ങി എണീക്കുമ്പോഴും അൽഹംദുലില്ലാ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹിൽ ലദീ അഹ്യാനി. ബാത്റൂമിൽ നിന്ന് വരുമ്പോഴും പറയുന്നുണ്ട്, ഗുഫ്രാനക അൽഹംദുലില്ലാ. ഇങ്ങനെ നമ്മൾ ഏത് കാര്യം ചെയ്താലും ആ ചെയ്ത് കഴിയുമ്പോൾ ഒരു അൽഹംദുലില്ലാ പറയേണ്ടതുണ്ട്. അതേപോലെ വായിച്ചെണീക്കുന്ന സമയത്ത് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചിലപ്പോൾ നമ്മൾ വലിയൊരു ഭാഗം തന്നെ വായിച്ച് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു സംതൃപ്തി മനസ്സിലേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ അൽഹംദുലില്ലാ എന്ന് മാത്രം പറഞ്ഞ് ഒതുക്കാതെ അല്ലാഹു തആലക്ക് വേണ്ടി ഒരു ശുക്റിൻ്റെ സുജൂദ് കൂടി നമ്മൾ ചെയ്യുക. പരീക്ഷയിൽ വിജയിച്ചു, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഗ്രേഡ് നമുക്ക് കിട്ടി, അതിലുപരിയായി കിട്ടി, അങ്ങനെയൊക്കെ ഉണ്ടായാലും നമ്മൾ ശുക്റിൻ്റെ സുജൂദ് ചെയ്യണം. അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നന്ദിയോടെ സുജൂദ് ചെയ്യുന്നു നിയത്ത് ചെയ്യുക. അല്ലാഹു അക്ബർ എന്ന് കൈകെട്ട, നേരെ പോയി ഒരു സുജൂദ് ചെയ്യുക, ഇരിക്കുക, സലാം വിട്ടുക. ഇതാണ് ശുക്റിൻ്റെ സുജൂദ്. ആ സുജൂദ് ചെയ്താൽ ഇൻ ശക്കർത്തും ല അസീദന്നക്കും, നിങ്ങൾ ശുക്ർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാം എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ ശുക്റിൻ്റെ സുജൂദ് ചെയ്യുക. 9ാമത്തത്, മഹാന്മാരുടെ പേര് നമ്മൾ കൃത്യമായി ഒന്ന് എഴുതി വെക്കുക. നമുക്കറിയുന്ന മഹാന്മാരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ട് അവരുടെ പേരിലെല്ലാം കൂടി ഒരു ഫാത്തിഹ ഓതുക. ആ മഹാന്മാരെ പേര് ഗൗസുൽ ആദം, മുഹിയുദ്ദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ്, അതേപോലെ പിന്നെ ഷാദുലി തങ്ങൾ, പിന്നെ സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഷെയ്ഖ്. പിന്നെ നമ്മുടെ മനസ്സിലുള്ള ഏതൊക്കെ മഹാന്മാരുണ്ടോ ആ മഹാന്മാരെ, സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ, പിന്നെ പൊസോട്ട് തങ്ങൾ നമ്മുടെ പരിസരത്തുള്ള മഹാന്മാരാണ്. അങ്ങനെ നമ്മുടെ കൽബിൽ ആരൊക്കെ വരുന്നുണ്ടോ ആ മഹാന്മാരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഒരു ഫാത്തിഹ അവരുടെ പേരിലൊക്കെ ഓതുക, എല്ലാ ദിവസവും ഓതുക. അപ്പോൾ അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകും, പരീക്ഷയിലൊക്കെ വിജയിക്കും, നമ്മുടെ നാവിന് ഭയങ്കര പവറായിരിക്കും. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അവസാനമായി 10ാമത്തെ പോയിൻ്റ്, നമ്മൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ളൊരവസരം ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ചെറിയ കുട്ടികളുണ്ടാവും, നമ്മുടെ വീട്ടിൽ അനുജന്മാരുണ്ടാവും, അനിയത്തിമാരുണ്ടാവും, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തന്നെ കൂടി നമ്മുടെ സമയത്തിൽ നിന്ന് ഒരു സമയം മാറ്റി വെച്ചാൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത്, അതായത് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അങ്ങനെയാണ്. നമുക്കറിയുന്ന കാര്യം നമ്മൾ ചിലവാക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കൂട്ടിത്തരും അല്ലാഹു തആല. നമ്മുടെ സമ്പത്തിൽ നിന്ന് ചിലവാക്കിയ സമ്പത്ത് കൂട്ടിത്തരും. ഇങ്ങനെ ഏത് കാര്യവും നമുക്ക് കിട്ടിയതിൽ നിന്ന് നമ്മൾ ചിലവാക്കുക. മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവാക്കുന്നു, അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചിലവാക്കുന്നു. അത്തരം ആളുകളാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളെന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു വിജയമുണ്ട്, ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കും. അള്ളാഹു അതിന് സാധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.